വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബി എൻ എസ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് വരികയാണ്. അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊഹിനൈസബിൾ വേഴ്സസ് നോൺ കൊഹിനൈസബിൾ ഒഫൻസസ് ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് നമ്മുടെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് നോക്കാം ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് കൊഹിനൈസബിൾ ഒഫൻസസ് ആൻഡ് നോൺ കൊഹിനൈസബിൾ ഒഫൻസസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ജി ആണ് കൊഹിനൈസബിൾ ഒഫൻസസിനെ ഡിഫൈൻ ചെയ്യുന്നത്. Cognizable offense means an offense for which a police officer may, in accordance with the first schedule or under any law for the time being in force, arrest without a warrant. ഒരു കൊഹിനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ ആ ഒഫൻസ് റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ ആ ഒഫൻസ് ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് വേണ്ട, മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും പോലീസ് ഓഫീസറിന്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഓയ്ക്കകത്താണ് നോൺ കൊഹിനൈസബിൾ ഒഫൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അണ്ടർ സംഹിത. An offense where police cannot arrest without warrant and need magistrate permission to investigate. ഇവിടെ നോൺ കൊഹിനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണം. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആ ഒഫൻസിനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് പെർമിഷൻ വേണം. കൊഹിനൈസബിൾ ഒഫൻസിൻ്റെ അകത്ത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷെ നോൺ കൊഹിനൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വാറണ്ടും വേണം, മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് കീ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ജെ ആണ് കൊഹിനൈസബിൾ ഒഫൻസ് ഡിഫൈൻ ചെയ്യുന്നത് അണ്ടർ BNSS. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ഒ ആണ് നോൺ കൊഹിനൈസബിൾ ഒഫൻസിനെ അണ്ടർ BNSS ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമുക്കിതിന്റെ ഫ്യൂച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കൊഹിനൈസബിൾ ഒഫൻസ് നമ്മൾ മുന്നേ പറഞ്ഞു, കൊഹിനൈസബിൾ ഒഫൻസ് ആണെങ്കിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നോൺ കൊഹിനൈസബിൾ ഒഫൻസ് ആണെങ്കിൽ വാറണ്ട് വേണം. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കൊഹിനൈസബിൾ ഒഫൻസിൻ്റെ അകത്ത് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണ്ട. പക്ഷെ ഇവിടെ നമ്മൾ നോൺ കൊഹിനൈസബിൾ ഒഫൻസിൻ്റെ അകത്ത് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ കൊഹിനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫൻസസ് ആണ്. നോൺ കൊഹിനൈസബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ആണ്, ഡിഫാമേഷൻ പോലെയുള്ളത്. നമുക്കിപ്പോൾ കൊഹിനൈസബിൾ ഒഫൻസിന് എക്സാമ്പിൾ ആയിട്ട് റേപ്പ്, മർഡർ, ഡൗറി ഡെത്ത് ഒക്കെ എടുക്കാം. നോൺ കൊഹിനൈസബിൾ ഒഫൻസിന് ചീറ്റിങ്, പബ്ലിക് നോയിസൻസ് ഒക്കെ എടുക്കാം. ഇതിൽ ഈ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി ഒരു മർഡർ ചെയ്തു. അപ്പൊ നമ്മൾ മർഡർ ചെയ്തു. ഇപ്പൊ പോലീസ് ഓഫീസറിന് ഈ ഇൻഫോർമേഷൻ കിട്ടുകയാണ് മർഡർ ചെയ്തെന്ന്. പോലീസ് ഓഫീസർ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ എടുക്കാൻ പോവുക, അതെയോ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവോ? സീരിയസ് ആയിട്ടുള്ള ഒഫൻസിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ വാറണ്ട് ഇല്ലാതെ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. കാരണം സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിന് നമുക്ക് ഒരു ഡിലേയും വരുത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻജസ്റ്റിസിന് കാരണമാവും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചീറ്റിങ്, പബ്ലിക് നോയിസൻസ് അങ്ങനെയുള്ള ചെറിയ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസിന് അത് സൊസൈറ്റിനെ ബാധിക്കുന്നത് വളരെ ലെസ് ആയിട്ടായിരിക്കും സൊസൈറ്റിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറച്ച് ഡിലേ വന്നെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇൻജസ്റ്റിസ് വരത്തില്ല. ഇൻജസ്റ്റിസ് വരത്തേ ഇല്ലെന്നല്ല, വലിയ ഒരു ഇൻജസ്റ്റിസ് വരത്തില്ല. അത് വലുതായിട്ട് സൊസൈറ്റിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് ലെസ് സീരിയസ് ആയിട്ടുള്ള ഇപ്പൊ ആണെങ്കിൽ ഒരു ചീറ്റിംഗ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നെ ഒരു വാറണ്ട്
ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം. സീരിയസ് ഒഫൻസിന് നമുക്കൊരു ഡിലേയും വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വാറണ്ടും വേണ്ട, മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ട. ലെസ് സീരിയസ് ഒഫൻസസിന് ഇച്ചിരി ഡിലേ ഒന്നും വന്നാൽ സാരമില്ല എന്നുള്ള ഇതാണ്. അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോയ്ക്കകത്ത് ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസും നോക്കി. അപ്പൊ ഇതിനെ നമുക്കൊരു ലിങ്ക് വെച്ചിട്ട് പഠിക്കാം. കൊഹിനൈസബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു നോൺ ബെയിലബിൾ ഒഫൻസ് സീരിയസ് ഒഫൻസസ് ആണ്. കൊഹിനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ, കൊഹിനൈസബിൾ നോൺ ബെയിലബിൾ. പിന്നെ അതുപോലെ തന്നെ നോൺ കൊഹിനൈസബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലബിൾ ഒഫൻസസ് ആണ്, ലെസ് സീരിയസ് ഒഫൻസസ് ആണ്. അപ്പൊ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. നമ്മുടെ നിർഭയ റേപ്പ് കേസ് 2012 കേസാണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേസാണ്. ഇവിടെ റേപ്പാണ് നടന്നത്, റേപ്പ് മർഡർ ആണ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്, സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ്. അപ്പൊ ഇവിടെ പോലീസ് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഒരു സോഷ്യൽ മീഡിയ ഡിഫാമേഷൻ, ഒരു ട്വീറ്റ് വഴി ഒരാളെ ഡിഫെയിം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പോലീസ് ഓഫീസറിന് അതൊരു ലെസ് സീരിയസ് ക്രൈം ആണ്. അപ്പൊ ഇവിടെ പോലീസ് ഓഫീസറിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ ഇവിടെ അറസ്റ്റിന് നമുക്ക് വാറന്റ് വേണം. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ കൊഹിനൈസബിൾ ഒഫൻസിനെയും നോൺ കൊഹിനൈസബിൾ ഒഫൻസിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4th കോളത്തിലാണ്. ഫസ്റ്റ് ഷെഡ്യൂളിലെ 4th കോളത്തിലാണ്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സംഹിതയിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ 5th കോളത്തിലാണ്. കൊഹിനൈസബിളും നോൺ കൊഹിനൈസബിളും ബെയിലബിളും നോൺ ബെയിലബിളും ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഷെഡ്യൂളിലാണ്. പക്ഷെ കൊഹിനൈസബിളും നോൺ കൊഹിനൈസബിളും 4th കോളത്തിലും ബെയിലബിളും നോൺ ബെയിലബിളും 5th കോളത്തിലുമാണ്. അപ്പൊ ഒരു കൺക്ലൂഷൻ ആയിട്ട് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കൊഹിനൈസബിൾ എന്ന് പറഞ്ഞാൽ സീരിയസ് ക്രൈം ആണ്. നമുക്ക് എന്താണ്, ഒരു ഇമ്മീഡിയറ്റ് പോലീസ് ആക്ഷൻ അതിനകത്ത് വേണം. അതുകൊണ്ട് അതിനകത്ത് വാറണ്ടും വേണ്ട, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റിന്റെ പെർമിഷനും വേണ്ട. നോൺ കൊഹിനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ മൈനർ ഒഫൻസ് ആണ്. ഇവിടെ നമുക്ക് എന്താണ്, ഇച്ചിരി ഡിലേ വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, വാറണ്ടും വേണം അറസ്റ്റ് ചെയ്യാൻ. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഞാൻ ഓരോരോ വീഡിയോസ് BNSSന്റെ ഇട്ടുകൊണ്ട് വരികയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.